ചേട്ടാ അപ്പോൾ ഇന്നലെ മലയക്കോട്ടെ വാലിബൻ്റെ ടീസർ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ പറയുക, യൂട്യൂബിൽ തന്നെ വലിയ ട്രെൻഡിങ്ങും യൂട്യൂബ് തന്നെ കുലുക്കിയിരിക്കുക. അതായത് ഇന്നലെ ട്രെയിലർ ലോഞ്ച് ലൈവിൽ ഞാൻ കാണാനുണ്ടായിരുന്നു നമ്മുടെ ബോൾഗാട്ടിയിൽ വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഒരു ലോഞ്ചൊക്കെ ഇതുപോലെ നമ്മളൊരു വലിയ സ്ക്രീനിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാകുന്നത് കേട്ടോ. ഫോണിൽ സത്യം പറഞ്ഞത് എക്സ്പീരിയൻസിന് ഇട്ടാൽ നമുക്ക് അത്ര ഒരു ഫീൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത്രയും വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ ആ ഒരു മാജിക് എന്താണെന്ന് കാണാനുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിത് ഒരുപാട് പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ. കാരണം ആ ഒരു ലൈവ് ലോഞ്ച് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും. ആ ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ് അവിടെ കാണാമായിരുന്നു. എന്ത് രസമായിരുന്നു ലാലേട്ടൻ അവിടെ വന്നങ്ങ് പൊങ്ങുന്നൊരു സീനിൽ. പിന്നെ ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ച് ഒത്തിരി കാര്യമുണ്ട്. ഓരോ കളറിങ്ങുകൾ, ഓരോ മേക്കിങ്, ഓരോ ഷോട്ടുകൾ. ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന വന്നൊരു ബ്രാൻഡ് തന്നെയാണ്, വൻമരം എന്നൊക്കെ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫുള്ളായിട്ടൊരു അദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു പ്രതീക്ഷയോടെ പറയുന്നൊരു സിനിമയാണിത്. അപ്പം ഭയങ്കര മാസമായിട്ടൊക്കെ വരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ ജോണറിനെ കുറിച്ച് ഒരു അറിവില്ല. കാരണം പ്രസ് മീറ്റിലൊക്കെ മുഴുവൻ കണ്ടവർക്കറിയാം. പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, അവരൊന്നും അങ്ങ് പറയുന്നില്ല. ഒത്തിരി സസ്പെൻസുകളുണ്ട്. കാരണം അതൊക്കെ സസ്പെൻസായിട്ട് തന്നെ വെക്കണം. നമ്മൾ ആ സിനിമ 25-ാം തീയതി കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഇത് ഏത് കാലഘട്ടമാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പുറകിലേക്കുള്ള കാലമാണോ അതോ ഇപ്പോഴത്തെ പ്രസൻറ്റ് കാലഘട്ടമാണ്? ഇതെല്ലാം 25-ാം തീയതി അറിയാൻ പറ്റും. എന്തായാലും ലാലേട്ടനെ സംബന്ധിച്ചൊരു ഭാഗ്യ നിമിഷം തന്നെയാണത്. പണ്ട് ഒത്തിരി വൻ ഹിറ്റുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഈ കുറേ നാൾക്ക് ശേഷം അദ്ദേഹത്തിന് വന്നൊരു ഹിറ്റിനുള്ള സംഭവം ഇതിനകത്തുണ്ട്. അതാ എനിക്ക് തോന്നുന്നത് ഇതൊരു ആവറേജിന് മുകളിലാണെങ്കിൽ ഇത് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ അടിച്ചിരിക്കുന്ന എല്ലാ റെക്കോർഡുകളും ഇത് ബ്രേക്ക് ചെയ്യും, ഉറപ്പാണ്. കാരണം ആ ഒരു ഹൈപ്പ് ഇതിന് ഓൾറെഡി ഉണ്ട്. ഹൈപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സിനിമയുടെ ട്രെയിലറോ അല്ലെങ്കിൽ പോസ്റ്ററൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു സംഭവത്തിലാണ് ഹൈപ്പ്. അതിപ്പോൾ ടീസർ കാണുമ്പോഴും ട്രെയിലർ കാണുമ്പോഴൊക്കെ അത് കൂടിക്കൂടി വരുമ്പോൾ ആ പടം എന്തുമാത്രമാണ് ഹൈപ്പ് ഒരിക്കലും നമ്മൾ കൂട്ടുന്നതല്ല, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ പടം ഒരു ആവറേജിന് മുകളിലാണെങ്കിൽ തന്നെ പടം വൻ ഹിറ്റുന്ന് തന്നെയാണ്. പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡാണ്, ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വിശ്വാസമുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ, ഈസ് എക്സ്ട്രാ ഓർഡിനറി, ഈസ് എ കിങ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ അവരെല്ലാം കൂടി ഒരുമിക്കുമ്പോൾ വന്നൊരു സംഭവം തന്നെ ഉണ്ടാവും. എന്തായാലും കാത്തിരിക്കാം. ടീസർ വന്നിരിക്കുകയാണ്, മൊത്തത്തിൽ ഒന്ന് കുലുങ്ങി നിൽക്കുകയാണ്. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും എനിക്ക് തോന്നും എന്താ പറയുക 25-ാം തീയതി വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ടീച്ചറെ കണ്ടിട്ട് എന്താ പറയുക, ഇതിൻ്റെ ഒരു ടിനു പാപ്പച്ചൻ, ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പടം മോഹൻലാൽ എൻട്രി തിയേറ്റർ കുലുക്കുമെന്ന് പറയുന്നത്. തിയേറ്ററില്ല, കേരളം മുഴുവൻ കുലുക്കും അന്നത്തെ ദിവസം. അമ്മാതിരി ഒരു ടീച്ചറും അമ്മാതിരി ഒരു പടവും. ആ പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും 25-ാം തീയതി എനിക്ക് തോന്നുന്നു കേരളത്തിലെ സകലമായ തിയേറ്ററും കുലുങ്ങും 7 മണിക്ക്. ഉറങ്ങാൻ രാത്രി ഇപ്പോൾ എന്നെ പോലെ ഒരു മോഹൻലാൽ ആരാധന രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. കാരണം എന്തായാലും രാത്രി പടം ബാധിക്കും. രാത്രി പടം എനിക്ക് കാണാൻ പറ്റില്ല. എന്തായാലും ഫസ്റ്റ് ഷോ 7 മണിക്ക് തന്നെ തിയേറ്ററിൽ വന്ന് ഞാൻ പടം കണ്ടിരിക്കും. ഞാൻ എന്നല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമ പ്രേക്ഷകരും അന്നത്തെ ദിവസം തന്നെ പടം കാണും. അന്നൊരു ടീസറാണ്. ആ ടീസറിലെ പ്രതീക്ഷ കാണിക്കുമ്പോൾ തന്നെ അല്ല, ടീസർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും പടം മൊത്തം കലക്കി പൊളിക്കട്ടെ. ഓക്കെ.